ഒഡീഷയുടെ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ഭുവനേശ്വറും ഡൽഹിയും കേന്ദ്രീകരിച്ച് ചർച്ചകൾ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ബിജെപി പാർലമെന്ററി ബോർഡ് തീരുമാനമെടുക്കുമെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ മൻമോഹൻ സമൽ വ്യക്തമാക്കി. ബിജെപി അധികാര തുടർച്ച നേടിയ അരുണാചൽ പ്രദേശിൽ പ്രേമ ഖണ്ഡു മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുമെന്നാണ് സൂചന. ആന്ധ്രാപ്രദേശിൽ 12-നാകും NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. കാൽ നൂറ്റാണ്ട് നീണ്ടുനിന്ന ബിജു ജനതാദൾ ഭരണം അവസാനിപ്പിച്ച ബിജെപിക്ക് ഒഡീഷയിൽ കരുത്തനായ മുഖ്യമന്ത്രിയാകും കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുക. 147-അംഗ നിയമസഭയിൽ ബിജെപിക്ക് 78 അംഗങ്ങളെ നൽകിയ ഘടകങ്ങൾ പലതെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള പ്രചരണം ഫലം കണ്ടു. ജൂൺ 10-ന് ബിജെപിയുടെ മുഖ്യമന്ത്രി ഒഡീഷയിൽ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പ്രചരണവേളകളിൽ ആവർത്തിച്ചതാണ്. മുൻ കേന്ദ്രമന്ത്രി ജുവലറോം, കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, പാർട്ടി ദേശീയ വക്താവ് സംബിത് പത്ര, ദേശീയ ഉപാധ്യക്ഷൻ ബൈജയന്ത് പാണ്ഡ, സംസ്ഥാന അധ്യക്ഷൻ മൻമോഹൻ സമൽ, മുതിർന്ന നേതാവ് മോഹൻ മാഞ്ചി, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമു എന്നിവരെ കേന്ദ്ര നേതൃത്വം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നാണ് സൂചന. ബിജെപിക്ക് അധികാര തുടർച്ച നേടിയ അരുണാചൽ പ്രദേശിൽ പേമ ഖണ്ഡു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തുടരാനാണ് സാധ്യത. ആന്ധ്രാപ്രദേശിൽ TDPക്കൊപ്പം മന്ത്രിസഭയിൽ അംഗമാകുന്ന ബിജെപിക്ക് ഏതെല്ലാം വകുപ്പുകൾ എന്നത് സംബന്ധിച്ച ചർച്ചകളും പുരോഗമിക്കുകയാണ്. 12-നാകും ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിൽ NDA മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. ജനം, ഡൽഹി.